എല്ലാവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ശിവപാർവതി പ്രീതിക്ക് ഉത്തമമായ അനേകം വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും നിലവിൽ ഉണ്ടെങ്കിലും ഏറ്റവും ലളിതമായി ആചരിക്കാവുന്നതാണ് പ്രദോഷവ്രതം. ഇത് ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പ്രദോഷവ്രതം എടുക്കുക നമ്മൾ കണക്കാക്കി വരുന്നത്. ക്ഷിപ്രഫലസിദ്ധിയാണ് പ്രദോഷ അനുഷ്ഠാനത്തിൻ്റെ ഒരു മുഖ്യ വിശേഷത എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം 1201 ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷം തിരുവോണ നാളായ സെപ്റ്റംബർ അതായത് 2025 വെള്ളിയാഴ്ചയാണ്. സാധാരണ തിരുവോണത്തിന് മഹാവിഷ്ണു പ്രധാനമായ ഏകാദശിയാണ് വരുന്നത് എങ്കിൽ ഈ പ്രാവശ്യം ഉമാമഹേശ്വര പ്രീതിക്ക് ഉത്തമമായ പ്രദോഷമാണ് വരുന്നത്. പ്രദോഷവ്രതം തികഞ്ഞ ഭക്തിയോടെ എടുത്താൽ സർവപാപവും നശിക്കും, ദാരിദ്ര്യ ദുഃഖം ശമിക്കും, ആയുരാരോഗ്യം സൽകീർത്തിയും കുടുംബ സൗഖ്യം ഉണ്ടാകുവാനും വിവാഹലബ്ധിക്കും സന്താന സൗഭാഗ്യം തുടങ്ങിയ എല്ലാ ഐശ്വര്യങ്ങളും കരഗതമാക്കാൻ ഈ വ്രതം ഉത്തമമാണ്. അന്ന് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ സന്ധ്യയ്ക്ക് മുൻപ് കുളിച്ച് ദർശനം നടത്തി കരിക്ക് നേദിച്ച് പ്രദോഷ പൂജയിൽ പങ്കെടുക്കണം. അതായത് ജലധാരയൊക്കെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂജയാണ്. അതുപോലെ തന്നെ നമുക്ക് അന്നേ ദിവസം ദീപാരാധന കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് നിവേദ്യം വാങ്ങി കഴിച്ച് ഉപവാസമൊക്കെ അവസാനിപ്പിക്കാം. ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഫലമൂലാദികൾ ദാനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ മാസം തോറും ഒരു പ്രദോഷമെങ്കിലും എടുക്കുന്നതിലൂടെ എല്ലാവിധ ദുരിതശമനവും ഉറപ്പാണ്. അങ്ങനെ എല്ലാ ജനങ്ങൾക്കും ഭക്തർക്കും എല്ലാം തന്നെ പ്രിയങ്കരമായ അതിമനോഹരമായ ശിവസ്വരൂപ വർണ്ണനയായ ശങ്കരധ്യാനപ്രകാരം ഈ പ്രദോഷ ദിവസത്തിൽ, അതായത് 11 പ്രദോഷ ദിവസം ഒക്കെ നമ്മൾ തുടർച്ചയായിട്ട് ജപിച്ചാലായിട്ട് ആഗ്രഹ സാഫല്യം ഉറപ്പാണ്. അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ മന്ത്രം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രമാണ് ഓം നമഃശിവായ. പഞ്ചാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്ന ഈ മന്ത്രത്തിന് അത്രയ്ക്കും ശക്തിയാണ് ഉള്ളത്. വിളിപ്പുറത്തുള്ള മഹാദേവനെ പ്രീതിപ്പെടുത്തുവാനായിട്ടുള്ള മന്ത്രങ്ങളിൽ ഏറ്റവും മുൻസ്ഥാനത്ത് നിൽക്കുന്നതാണ് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം. ഈ പഞ്ചാക്ഷരി മന്ത്രത്തിന് അത്രയ്ക്കും ശക്തിയാണെന്ന് ഉള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണ്. കാരണം ഓം നമഃശിവായ കുറഞ്ഞത് എത്ര തവണ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം. കാരണം നമുക്ക് മാസമുറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുലയോ വലായ്മയോ ഒക്കെ ഉള്ള ആ സമയം ഒഴിച്ച് ബാക്കി ഏത് സമയത്തും ഭഗവാനെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി നമുക്ക് വിളിച്ചാൽ അത്രയ്ക്കും ഭഗവാൻ നമ്മളിൽ പ്രീതി ചെയ്ത് നമ്മളിൽ അനുഗ്രഹം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തരും. നമ്മുടെ എല്ലാ കഷ്ടകാലം നീങ്ങും. അതുകൊണ്ട് പ്രദോഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അത്രയ്ക്കും ഒരു മഹത് മന്ത്രമാണ് ഓംകാരത്തോട് തുടങ്ങുന്ന ആ പഞ്ചാക്ഷരി മന്ത്രം, പ്രണവ മന്ത്രം. അത് അത്രയ്ക്കും ശക്തിയേറിയ മന്ത്രമാണ് ഓം നമഃശിവായ. എത്ര തവണ വേണമെങ്കിലും ചൊല്ലാൻ, കുറഞ്ഞത് 3 തവണ തൊട്ട് അത് നമുക്ക് എത്ര തവണയാണോ അത്രയും തവണയും ഭഗവാനെ വിളിച്ച് ഓം നമഃശിവായ ചൊല്ലിയാൽ അത്രയ്ക്കും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രദോഷ ദിനത്തിൽ, അതും തിരുവോണ നാളിലെ പ്രദോഷ ദിനമെന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാലോ അത്രയ്ക്കും മഹത്തായ ഒരു ദിവസമാണ് ഈ തിരുവോണ നാളിൽ നമുക്ക് ലഭിക്കുന്നത്. അത്രയ്ക്കും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. മഹാബലി തമ്പുരാൻ നമ്മളെ കാണാൻ വരുന്ന ആ ദിവസം തന്നെ മഹാദേവൻ്റെ പ്രദോഷ ദിനം വരുന്നത് ഏറ്റവും ഉത്തമമായിട്ട് ഞാൻ കാണുകയാണ്. ഏവർക്കും അതുകൊണ്ട് നല്ലൊരു തിരുവോണ ആശംസ നേരുകയാണ്. ഒപ്പം എല്ലാവരും തന്നെ പ്രദോഷവ്രതം എടുക്കുക, ഭഗവാനെ ദർശിക്കുക, അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ പോയി ഭഗവാൻ ഇഷ്ടമുള്ള വഴിപാടുകളൊക്കെ നടത്തി ഓം നമഃശിവായ മന്ത്രമൊക്കെ ജപിച്ച് എല്ലാവിധ അനുഗ്രഹവും ഭഗവാന്റെ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.